അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഈ ചാനൽ. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടോ വന്ന്. ഞാനിപ്പോൾ സിലുവിനെ കുറ്റം പറയുക ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അവളുടെ വീഡിയോ കാണുന്ന ഒരാളാണ്. അവളെക്കുറിച്ച് അറിയണത് അവളുടെ വീട് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അവളെക്കുറിച്ച് പറയാൻ തന്നെ കാരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് കൊണ്ടാട്ടോ പറഞ്ഞത്. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയണത് നിങ്ങൾ ആദ്യം കേൾക്കണം. അപ്പോൾ അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിളയില്ലാത്തവരിനെ, പാവപ്പെട്ടവരിനെ, വയസ്സായ ആൾക്കാരിനെ, തീരെ ഒന്നിനും നിവൃത്തിയില്ലാത്ത ആൾക്കാരിനെ കേട്ടോ അവൾ സംരക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീട് അവൾ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയല്ലേ. അപ്പോൾ പടച്ച ഓരോരുത്തരെ നിയമിച്ചിട്ടുണ്ടാവും. ഓരോരുത്തർക്ക് ഹെൽപ്പാകാൻ ആരുടെയെങ്കിലൊക്കെ രൂപത്തിൽ വരും. ഒരിക്കലും നേരിട്ട് വരില്ല. പലരുടെയും രൂപത്തിലും ഭാഗത്തിലൊക്കെ ആയിരിക്കും വരിക. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ എന്നെ സംരക്ഷിക്കാൻ വന്നത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടായ ധന്യയാണ് കേട്ടോ. അപ്പോൾ അവളാണ് നമ്മളെ തളർത്തി കിടന്ന് എന്നെ നിർത്തിയെടുത്തതും കൂടി അവളാണ്. അപ്പോൾ അവൾ കാരണമാണ് ഇപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ അവളാണിപ്പോൾ നമ്മുടെ സങ്കടങ്ങളും ദുഃഖത്തിലൊക്കെ ഒന്നിച്ച് പങ്കുചേർന്ന് നമ്മളെ ഒന്ന് നല്ലൊരു വീട്ടിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അവളാണ്. അപ്പോൾ അവളാണ് എനിക്ക് ഫുൾ സപ്പോർട്ട്. അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. അല്ലാണ്ട് നമ്മളിപ്പോൾ എൻ്റെ എനിക്ക് സഹായത്തിന് അള്ളാഹ് അയച്ചത് അവളുടെ രൂപത്തിലായിരിക്കും, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് ആരും കുറ്റം പറയുക ഒന്നും അങ്ങനെയല്ല. പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ മാപ്പിള പഠിച്ചാൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ആയുസിട്ട് കൊടുക്കട്ടെ, തേടി ജീവിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ വീട് ചെയ്യുന്ന ആളായതുകൊണ്ട് പിന്നെ നമ്മൾ അവളെ ഇടങ്ങറാക്കുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ അവൾ അറിഞ്ഞ് നമ്മൾ സഹായിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് കമൻ്റ് ഇട്ടും വിളിച്ചൊക്കെ ചെയ്തു. എന്നാലും എന്തുകൊണ്ട് അങ്ങനെ മെയിൻ ചെയ്യാതെ പോയി എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അവളെ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊന്നുമില്ല. അവൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. തീരെ ഇതില്ലാത്ത ആൾക്കാരനെയാണ് അവൾ കൈപിടിച്ച് കയറുന്നത്. പഠിച്ച പല രൂപത്തിലും വന്ന് സഹായിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാട്ടോ ഞാൻ പറയണത്. എന്നെ താങ്ങി നിർത്തി എനിക്ക് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞയച്ചത് ധന്യനായിരിക്കും. അപ്പോൾ അവളാണ് നമ്മളെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നല്ലൊരു വീട്ടിലേക്ക് മാറ്റണം എന്ന് എന്നോട് മാറാൻ പറഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നല്ലൊരു വീട് നോക്കുക എന്നൊക്കെ പറഞ്ഞ് അവളാണ് ഇപ്പോൾ എല്ലാം ഫുൾ സപ്പോർട്ടായി നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വന്തമായിട്ടൊരു വീടാകണ വരെ നമുക്കിതിൽ പിരിക്കാൻ പറ്റില്ലല്ലോ, എപ്പോഴാണ് പൊളിഞ്ഞ് ചാടുകയെന്ന് അറിയില്ല. അതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ അവളും അവളുടെ ഒരു ഫ്രണ്ടിക്കും വന്നിട്ടാണ് നമ്മളെ അങ്ങനെ വീട് അന്വേഷിച്ച് അങ്ങനെ കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ്. അപ്പം ഞാൻ ചിലർ വിചാരിക്കും ഞാൻ അവളെ കുറ്റപ്പെടുത്തുക, എന്നെ സഹായിച്ചില്ല. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ആരെ കണ്ടിട്ട് നമ്മൾ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കണമെങ്കിൽ, നമുക്ക് നമ്മുടെ മക്കളെ നോക്കണമെങ്കിൽ നമ്മൾ തന്നെ സമ്പാദിക്കണം, നമ്മൾ തന്നെ ഇതാകണം. അപ്പം എനിക്ക് ഒന്നിനും കുറവുണ്ടായിട്ടല്ല, എനിക്ക് ഇരിക്കാനൊരു വീടില്ല എന്നുള്ളൊരു ഇത് തന്നെ ഉള്ളൂ. പഠിച്ചവനെ എൻ്റെ ഭർത്താവിനും മക്കൾക്കും കഞ്ഞി കുടിച്ച് എൻ്റെ ഭർത്താവ് കൊടുത്തന്ന് കഞ്ഞി ഞാൻ കുടിക്കുന്നുണ്ട്. പിന്നെ ഓരോ കിറ്റും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടും എല്ലാവരും നമ്മൾ അറിഞ്ഞ് കുറേ പേര് സഹായിക്കുന്നുണ്ട് നമ്മളെ. അതുകൊണ്ട് പഠിച്ചവൻ സഹായിക്കുന്നവർക്കൊക്കെ തോനെ കൊടുക്കട്ടെ, അത്രയും തേടുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അല്ലാണ്ട് അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊന്നുമില്ല. അവരവർക്ക് തോന്നണമല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ വട്ടേക്കുണ്ടാവും എലി ഓടി. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അലമാറൊന്നും വേണ്ട സ്വത്ത് അവൾ കണ്ട വേണ്ട, പനി വരും, എലിപ്പനി വരും. ഇതിൻ്റെ ഡപ്പ ഇവിടെ. അപ്പം മക്കൾ കണ്ടില്ലേ ഓരോന്ന്. ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ മാറ്റി നോക്കിയതാട്ടോ. നോക്കുമ്പോൾ അലമാറൊക്കെ ഒന്ന് ഇങ്ങനെ തട്ടിക്കൊട്ടാന്നൊക്കെ വിചാരിച്ചു. വീട് ശരിയാകണമെങ്കിൽ പെട്ടെന്ന് മാറ്റാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീട് ഇൻഷാ അല്ലാഹ് തന്നെ പറഞ്ഞ പോലെ വീട് നോക്കാൻ പറഞ്ഞ പോലെ ഞാൻ വീട് നോക്കി. നമുക്ക് കുറച്ച് വാടക അധികം ആയാലും നമുക്ക് ഇത്തിരി വൃത്തിയും വെടുപ്പോടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ മാറിയത്, നോക്കിയത്. മാറണം, ഇനി സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം, മാറണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അലമാറ ഒന്ന് മാറ്റിയപ്പോൾ എലി എന്തോ ഒരു കൂട്ടാരം പോലെ കൂട്ടി വെച്ചിട്ടുണ്ട്. എലി ഇങ്ങനെ ഇഷ്ടംപോലെ എലികളുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും വലിച്ച് കൊണ്ടുപോയിട്ട് ഈ അലമാറിൻ്റെ അടിയിലാകുമ്പോൾ നമ്മൾ കാണൂല. നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന കുപ്പനൊക്കെ അടിച്ച് ഇതാക്കുകയും ചെയ്യും. അപ്പോൾ അത്രയായിട്ടാണ് എനിക്ക് പറയാനുള്ളൂ. ഞാൻ അവളെ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കും. അവൾ ഇങ്ങനെ നല്ല അങ്ങനെ വയസ്സായിരിക്കും, അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ങ് ഉള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല. അങ്ങനെയുള്ളവരെയല്ലേ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ അത്ര വലിയ ആളായിട്ട് പറയല്ല. നമുക്ക് അവളല്ലെങ്കിൽ വേറെ ആരെങ്കിലും രൂപത്തിൽ അള്ള വരും അന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവളെ കുറ്റം പറഞ്ഞു. എനിക്ക് അവളുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്, അവളുടെ ആളാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ആരില്ലാത്തവർക്ക് അള്ള തോണാ പറഞ്ഞ പോലെ നമുക്കൊരു ഇതായിട്ട് നമ്മുടെ ധന്യ വന്നപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായി. അവളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല.
എന്താ പറയുക, താങ്ങി നിർത്താൻ അവൾ വന്നു തന്നെ പറയുക. അവൾ കാരണം ഇപ്പോൾ ഒരു എന്താ പറയുക, ഇവിടുന്ന് മാറാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒത്തു വന്നു എന്ന് തന്നെ പറയാം. ഈ കുഞ്ഞു മക്കളെ ആലോചിച്ചിട്ടാണ് അവൾ ഒക്കെ ചെയ്യുന്നത്. എന്തായാലും സഹായിച്ചവർക്കൊക്കെ പഠിച്ച ഒരുപാട് കൊടുക്കട്ടെ. പിന്നെ എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ലൊരു വീട് കിട്ടട്ടെ. അങ്ങനെ കിട്ടും, കുറേ ഇടങ്ങാകുമ്പോൾ കിട്ടാണ്ടൊന്നും ഇരിക്കില്ല. പിന്നെന്താ, അതിനൊക്കെ ഒരു നേരം സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ പഠിച്ചവനോട് നമ്മൾ 5 നേരം നിസ്കരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അള്ളാഹിനോട് ഒരുപാട് അള്ളാഹിനെ വിളിക്കണ ആളായതുകൊണ്ടായിരിക്കും അള്ള പരീക്ഷിക്കണമെന്ന് വിചാരിക്കണം. എന്തായാലും പഠിച്ചവനെ നല്ലൊരു വീട് ഒത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ ഇതൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.